പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. അതേപോലെ തന്നെ പുതിയതായി കേട്ടു തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള എല്ലാ അധ്യായങ്ങളും കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഒപ്പം എനിക്ക് വേണ്ടി കൊണ്ട് പ്രാർത്ഥിക്കുക. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ സംഖ്യാപുസ്തകം 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഈ ചാനലിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എല്ലാവരും ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള എല്ലാ അധ്യായങ്ങളും കേട്ട് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണവും സമയം പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 17-ാം അധ്യായം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഗോത്രത്തിന് 1 വീതം എല്ലാ ഗോത്ര നേതാക്കന്മാരിലും നിന്ന് 12 വടി വാങ്ങി ഓരോന്നിലും പേരെഴുതുക. ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹറോന്റെ പേരെഴുതുക. കാരണം ഓരോ ഗോത്ര തലവനും ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷ്യപീഠത്തിനു മുമ്പിൽ നീ അവ വയ്ക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളർക്കും. അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് ഞാൻ അവസാനിപ്പിക്കും. മോശ ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചു. എല്ലാ ഗോത്രത്തലവന്മാരും ഗോത്രത്തിന് 1 വടി എന്ന കണക്കിൽ 12 വടി മോശയ്ക്ക് കൊടുത്തു. അഹറോന്റെ വടി മറ്റു വടികളോടൊപ്പം ഉണ്ടായിരുന്നു. സാക്ഷ്യകൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷ്യകൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹറോന്റെ വടി മുളപൊട്ടി പൂത്തു തളർത്ത് ബദാം പഴങ്ങൾ കഴിച്ചു നിന്നു. മോശ വടികൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്നെടുത്ത് ജനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരും സ്വന്തം വടി നോക്കിയെടുത്തു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവരുടെ പിറുപിറുപ്പ് അവസാനിപ്പിക്കുന്നതിനും അവർ മരിക്കാതിരിക്കുന്നതിനും കലഹക്കാർക്ക് ഒരടയാളമായി സൂക്ഷിക്കുന്നതിനും വേണ്ടി അഹറോന്റെ വടി സാക്ഷ്യപീഠത്തിനു മുന്നിൽ വയ്ക്കുക. മോശ അപ്രകാരം ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. ഇസ്രായേൽ ജനം മോശയോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ മരിക്കുന്നു, ഞങ്ങൾ നശിക്കുന്നു, ഒന്നൊഴിയാതെ ചത്തൊടുങ്ങുന്നു. കർത്താവിന്റെ കൂടാരത്തെ സമീപിക്കുന്ന ഏവരും മരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും നശിക്കണമോ? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.